ഹലോ ഗായ്സ്, വെൽക്കം ടു ഷിജി വേൾഡ്. ഇന്നൊരു സൺഡേ വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇതിനായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ നമുക്ക് ചീയപ്പാണ് കേട്ടോ കടി ഉണ്ടായിരുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുക പറയണേ. പെട്ടെന്ന് തന്നെ രാവിലത്തെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ഇത്ര അർജൻറ്റ് കൂട്ടുന്നത്. ഇവിടെ അടുത്ത് കൗക്കാട് എന്നൊരു പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട്, അവിടേക്കാണ് പോകുന്നത് കേട്ടോ. ഞാൻ തനിച്ചാണ് പോകുന്നത്. സാധാരണ അമ്പലത്തിൽ പോകുമ്പം ആദ്യക്കുട്ടനും ബാവേട്ടനും പോരുന്നതാണ്. ഇന്ന് ആദ്യക്കുട്ടൻ പോന്നിട്ടില്ല, അവനിന്ന് രാവിലെ എണീറ്റിട്ടില്ല. സാധാരണ നേരത്തെ എണീക്കാറുള്ളതാണ്. ഇന്നലെ ഒരു പനിയുടെ ചെറിയൊരു ശാഖ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു രാവിലെ എണീറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോയി തൊഴുതു പോരാന്ന് എഴുതിയിട്ട് പെട്ടെന്ന് പോവുമായിരുന്നു. സാധാരണ ഞങ്ങളവിടെ ദൂരത്ത് കുറത്തി അമ്പലത്തിലാണ് പോകാറുള്ള അമ്പലപ്പടി. ഇതിവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോയി പോരാൻ കരുതി ഇങ്ങനെ പോരുകയാണ്. നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കൗക്കാട് അമ്പലം കേട്ടോ. ഇവിടെ കൊന്നൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അധികം സംസാരിച്ച് നിൽക്കണ്ട, നട അടച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ലല്ലോ, കുറച്ച് നേരം വഴിയാണ്. എന്തായാലും തൊഴുത് പ്രസാദമൊക്കെ കിട്ടി കേട്ടോ. പായസം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് തിരിക്കാം. വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ സാധാരണ അമ്പലപ്പടി പോലുള്ള അവിടെ അമ്പലത്തിൽ ഇതേപോലെ പായസം കിട്ടാറുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞി പാത്രത്തിലാണത്. അതിൽ കൂടെ നല്ല ഇഷ്ടമാണ് കേട്ടോ ആ പായസം. അതുപോലെ ഞങ്ങളവിടുന്ന് പായസം കഴിപ്പിച്ചിട്ട് വാങ്ങി പോരാറുമുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇനി ഉച്ചത്തേക്കുള്ളതൊക്കെ റെഡി ആക്കണ്ടേന്നുള്ള. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര അർജൻറ്റിൽ പോകുന്നത്. ഇല്ലെങ്കിൽ സാവധാനം പോയാൽ മതിയായിരുന്നു. ഉച്ചത്തേക്കൊന്നും ആക്കിയിട്ടില്ലല്ലോ, രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കിയിട്ടല്ലേ നമ്മൾ പോകുന്നത്. ഈ ഒരു വളവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ പോയാൽ മതി. ഉച്ചത്തേക്കുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത്. വെള്ളരിയും ചക്കക്കുരും ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് കറി വയ്ക്കാമെന്ന് കരുതി. അതിൽ കുറച്ച് മാങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായില്ലേ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി നന്നാക്കി കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. പെട്ടെന്ന് വയ്ക്കാമെന്ന് എഴുതിയിട്ടാണ്, നേരെ കഴുകിയതല്ലേ. അതുകൊണ്ട് തന്നെ ചക്കക്കുരും വെള്ളരിയും മാങ്ങയും എല്ലാം കൂടെ ഇട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ ചെറിയൊരു എഡിറ്റ് വന്നപ്പോൾ മാറ്റം വന്നതാണേ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നാളികേരം ഒന്ന് അരച്ച് ഒഴിച്ചു. ഇനി കറി ഒന്ന് സെറ്റാക്കണ്ട, അതിന് വേണ്ടിയിട്ട് കടുക് ഇട്ടിട്ട് ഒന്ന് വറവിടാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട്, വറ്റൽമുളക് ഇല്ലായിരുന്നു അതുകൊണ്ട് ചുമന്ന മുളക് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് വറവിട്ടതാണ്. അങ്ങനെ കറി അങ്ങനെ സെറ്റാക്കി മാറ്റി വയ്ക്കാം. ഇനി ഉപ്പേരിക്ക് നമുക്ക് ചീരയുടെ ഇലയാണുള്ളത്. ഇത് വേറെ വാങ്ങിയതൊന്നുമല്ല കേട്ടോ, ഇവിടെ അച്ഛൻ കൃഷിപ്പണിയാണ്, അച്ഛന് പാടത്തു നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ചുമപ്പും പച്ചയും എല്ലാം കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുനുകുനുനേരം അരിഞ്ഞ് ചെറിയൊരു നാളികേരത്തിൻ്റെ ഇതും കൂടെ ചിരകിയിട്ടിട്ട് ഉപ്പേരിയും റെഡിയാക്കി കേട്ടോ. പിന്നെ ബാട്ടം പോയപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള വല്യുള്ളിയാണ് എഴുതിയിരിക്കുന്നത്. ചതയ്ക്കാനുള്ളതൊക്കെ നേരത്തെ തന്നെ ചാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ട് എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മിയിലിട്ട് അരയ്ക്കണ്ടേ. അതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടോ. മല്ലിച്ചപ്പ് എന്തായാലും മസ്റ്റാണ് കേട്ടോ ചിക്കനിൽ നിന്നല്ല, എനിക്ക് മല്ലിച്ചപ്പ് കറിവേപ്പില ഇത് രണ്ടും മസ്റ്റാണ്. ചട്ടി വെച്ചു. അതുപോലെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു കേട്ടോ. നിങ്ങളൊക്കെ സാധാരണ ചിക്കൻ വയ്ക്കുമ്പോൾ ഉലുവ ഇടാറുണ്ടോ? ഞാൻ ഉലുവ ഇടും കേട്ടോ. ഉലുവ ഇട്ട് ചിക്കനിൽ വലിയുള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട്. സാധാരണ ഗ്യാസിൽ നേരം വഴുകുമ്പോൾ മാത്രമേ വയ്ക്കാറുള്ളൂ കേട്ടോ. അടുപ്പത്ത് തന്നെയാണ് വയ്ക്കാറുള്ളത്. അടുപ്പത്ത് കനലിൽ വെള്ളം ഒഴിക്കാതെ വെക്കുന്നതാണ് എനിക്കിഷ്ടം ചിക്കന്. എനിക്കല്ല, ബാവേട്ടന് നല്ല ഇഷ്ടമാണ് അങ്ങനെ വെക്കുന്നത്. കറിയായിട്ട് വെക്കുന്നത് ഇഷ്ടമല്ല. ഒഴിച്ച് കറിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കണ ചിക്കൻ വെക്കുന്നതാണ് ഇഷ്ടം. മസാലകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിൽ ചിക്കനിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ച് വയ്ക്കാം. മല്ലിച്ചപ്പ് ഇട്ടിട്ട് ആ കനലിൽ അങ്ങനെ കിടന്ന് വേകുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് ക്ലീനിങ് ഒന്ന് കഴിഞ്ഞു, എല്ലാം ക്ലീനാക്കി. അപ്പോഴാണ് പുറത്തുനിന്ന് വെള്ളം വല്ലതും കുടിക്കാതായോ എന്ന് പറയുന്നത്. അവിടെ വണ്ടി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത്. അങ്ങനെ ഞാൻ അവിലും വെള്ളം ഉണ്ടാക്കി കേട്ടോ, ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്. ഇത് കണ്ട് തണുത്ത വെള്ളം ആയതുകൊണ്ട് ആദ്യക്കുട്ടന് തന്നെ സെറ്റാക്കി. പനിയുള്ളതുകൊണ്ട് കൊടുക്കാൻ പേടിയുണ്ടായിരുന്നു. ബാവേട്ടന് തന്നെ ഒരു ഗ്ലാസ് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു. നാളെ പെരുന്നാളല്ലേ, അതുകൊണ്ട് തയ്ക്കാനുള്ള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് അതിന് ഇരിക്കാമെന്ന് കരുതി നിന്നു. പിന്നെ ഉച്ചത്തേക്കുള്ള ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ചാനൽ